അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കരുത്. ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാഗ് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ കൊണ്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരുപാട് മല്ലിട്ട് ഉരക്കൊന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ അഴുക്കൊക്കെ കളയാൻ പറ്റിയ നല്ലൊരു ട്രിക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായ നേരത്ത് നമുക്ക് ഒരുപാട് ചിലവുകളാണ്. അപ്പോൾ പഴയ ബാഗ് നല്ലതാണെങ്കിൽ, ഇപ്പോൾ സിബും കാര്യങ്ങളൊന്നും കേടില്ല, വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത ബാഗാണെങ്കിൽ നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് പുതുപുത്തനാക്കി എടുക്കാവുന്ന നല്ലൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടും തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല സ്കൂൾ തുറന്നാലും കുട്ടികളുടെ ബാഗിൽ അഴുക്കൊക്കെ പഠിക്കണ നേരത്തെ നമുക്ക് നല്ലൊരു ഉപകാരപ്പെട്ട വീഡിയോ ആണ്. എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. നല്ല പോലെ പതഞ്ഞ് പൊങ്ങി കയറി വരും. അതിനുശേഷം ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത് ഡിഷ് വാഷറാണ്. നമ്മളിവിടെ വിമ്മിൻ്റെ ഡിഷ് വാഷർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച്, നമ്മൾ ഒരുപാടൊന്നും വേണ്ട, നമുക്കൊരു ബാഗ് കഴുകാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു അളവിൽ മാത്രം ഈ ഒരു ഇതുണ്ടാക്കിയാൽ മതി കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു രീതിക്ക് നമ്മൾ 1 ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും മതിയാവും. പിന്നെ നമ്മളിതിലേക്ക് നമുക്ക് ഒരു ഷാമ്പുവോ അല്ലെങ്കിൽ കുറച്ച് ഷാമ്പുവും അതുപോലെ യൂസ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഞാനിവിടെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ യാർഡ്ലിൻ്റെ ഹാൻഡ് വാഷറും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 ഡ്രോപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒക്കെ കൂടെ ചേർത്ത് നമുക്കിതാ ഈ ഒരു കളറിലായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ പതിപ്പിക്കണം ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരളവിലാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയും അളവിലാണ് നമുക്ക് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല തിളച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം വെള്ളം മതിയാവും നമ്മൾ ഒരു ബാഗ് ഇട്ട് വെക്കാൻ. 2 ബാഗ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു അളവിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അതിൽ തന്നെ മുക്കി വെക്കാവുന്നതാണ് കേട്ടോ. 2 ബാഗ് ഉണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അതിനുള്ള അത്യാവശ്യം നല്ല പത ഇതിലുണ്ടാവും. അതുപോലെ തന്നെ ഇത് നല്ലപോലെ നമുക്ക് ഇതായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ലൈനിലേക്ക് മുക്കണതിൻ്റെ മുന്നേ നമ്മുടെ സിബും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ഉൾഭാഗത്തെ ചളികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ അത് ഊർന്നിറങ്ങി പോകും കേട്ടോ. അത്രയും നല്ല രീതിക്കാണ് നമുക്കിത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ സിബും കാര്യങ്ങളൊക്കെ തുറന്ന് വെച്ചിട്ട് വേണം ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് മുക്കി വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾ തുറന്ന് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മുക്കി വെക്കുക. നല്ല തിളച്ച വെള്ളം കൊണ്ട് തന്നെ കൈയിട്ടാരും മുക്കരുത്. ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലോ വെച്ചിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിൽ താത്തി വെക്കാം. എല്ലാ ഭാഗത്തും ഈ ഒരു ഇത് ആവണ വരെ, ആ വെള്ളത്തിൽ നല്ലപോലെ ഈ ബാഗ് മുങ്ങണ വരെ നമുക്കിതൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു വെള്ളത്തിൽ മുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഇതുപോലെ തന്നെ വെക്കണം. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂറോളം ഈ ഒരു വെള്ളത്തിൽ ഇത് കിടന്നാലാണ് നമുക്ക്, കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ബാഗിൽ പിടിച്ച ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോരും. അത് നമുക്ക് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. വളരെ സിമ്പിളായിട്ട് അത് ഊർന്നിറങ്ങി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുറച്ചൊന്ന് ചൂട് കുറയുമ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് മുക്കി വെക്കാം. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ടോ, ഇവിടെയൊക്കെ നല്ല കറുത്ത നിറമായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ഉരക്കുമ്പോൾ തന്നെ ആ ഒരു നിറമൊക്കെ ഇപ്പം തന്നെ പോരുന്നുണ്ട്. അപ്പോൾ 2-3 മണിക്കൂറും കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ നമുക്ക് അത് പോയി കിട്ടും കേട്ടോ. കണ്ടോ, വളരെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഒറ്റ ഇതും ചെയ്യാതെ തന്നെ കണ്ടോ, ഇതാ വളരെ സിമ്പിളായിട്ട് ഇത് ഈ ഒരു സോപ്പിൻ്റെ നിറം മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. വളരെ സിമ്പിളായിട്ട് ആ ഒരു ഇത് ഇളകി പോരും കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം. ഇനി ഒരു 3 മണിക്കൂർ കഴിയട്ടെ, അപ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതാ ഇപ്പം നമുക്കൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോഴും ഇതിൽ നല്ല പോലെ പതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പോലെ ചളിയും അതിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ചളി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല പോലെ ഇതായിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇത് നല്ല പോലെ നമ്മൾ ഒന്നുകിൽ നല്ല പോലെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക, ബാഗ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കുക. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ആ ഒരു ഇളകിയ കറകളൊക്കെ പോകും. ഇതാ കണ്ടോ, ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക. നല്ലോണം എല്ലായിടത്തും മാത്രം ഈ ഒരു രീതിക്ക് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് ഇങ്ങനെ ആക്കാതെ തന്നെ, ബ്രഷ് യൂസ് ചെയ്യാതെ തന്നെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു കറ ഇളകി വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്രയും നേരം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ടുകൊണ്ട് തന്നെയാണ്. ജസ്റ്റ് നല്ലോണം എല്ലോടെ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അതിലേക്ക് ഊർന്നിറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇത് നല്ല പോലെ ഒരു 5-6 പ്രാവശ്യം നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആ കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്കിത് എല്ലാ ഒരു ചളിയും ഊർന്നിറങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ വെള്ളം ഒഴിച്ചത് കഴുകിയെടുക്കണം. ഞാനൊരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ മുക്കി അതിൽ ആ ഒരു സോപ്പും പത പോവാൻ കണ്ടിട്ട് നല്ല പോലെ ആക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പത പോവില്ല. അപ്പോൾ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വെളുത്ത നിറമായിരിക്കും. അപ്പോൾ പത പോവാതെ നല്ല പത പോകുന്ന വരെ നമ്മളത് കഴുകി വെള്ളത്തിൽ ഒലുമ്പി എടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ നിറം തന്നെ കാണുമ്പോൾ നമുക്കറിയും ബാഗിൻ്റെ ആ ഒരു ചളിയൊക്കെ ആ വെള്ളത്തേക്ക് ഊർന്നിറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ദാ ഇത് നമ്മൾ ഫൈനലി ഫുള്ളായിട്ട് നമുക്കിത് നല്ല പോലെ അതിൻ്റെ സോപ്പും പതയൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പിഴിയാൻ പറ്റിയ ഭാഗമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്കിത് ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കാം. ഇപ്പം ഞാൻ വെയിലത്ത് വെച്ച് അത്യാവശ്യം ഉണങ്ങി വന്നിട്ടുണ്ട്, എങ്കിലും ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരളവിൽ നിങ്ങൾക്കിത് ഞാൻ നേരത്തെ കാണിച്ചു തന്നപ്പോഴും ആദ്യം കാണിച്ചു തന്നപ്പോഴും ഉള്ള വ്യത്യാസം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. കണ്ടോ, ഈ ഒരു അളവിൽ നമുക്ക് ഇതിമത്തെ ആ കറുത്ത ഭാഗങ്ങളും പൂപ്പൽ വന്നതും അതുപോലെ തന്നെ ചളിയുടെ ഭാഗങ്ങളൊക്കെ ഈ അടിഭാഗത്തൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കളയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു ഇതിൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ബാഗൊക്കെ ഒന്ന് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പ വഴിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. ബാഗ് ഇതാ പുതുപുത്തനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാഗ് തന്നെ ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കാനൊന്നും മടിച്ചു നിൽക്കരുത്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.